വനിതാ സംവരണ ബില്ല് മുൻനിർത്തി സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാന ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി LDF സർക്കാർ എന്തെല്ലാം കരുതിയിട്ടുണ്ടാവും? ആവശ്യങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തായിരിക്കും ഇതിലുണ്ടാവുക? പറയാം. സംസ്ഥാന ബഡ്ജറ്റ് 5-ന് മന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഇത്തവണത്തെ ബഡ്ജറ്റ് സ്ത്രീ സൗഹൃദമാകുമോ? ആദ്യം കട്ടുപ്പത്തിലൊരു ചായ കുടിക്കാം. ചേച്ചി, ഒരു ചായ. മോളെ, ഈ തവണത്തെ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തൊക്കെയാണ് ചേച്ചിയുടെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്തായാലും ഈ തവണ സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ള നൂതന പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ കേട്ടത് ഈ ചേച്ചിയുടെ പ്രതീക്ഷയാണ്. ബഡ്ജറ്റിനെ പറ്റി പറയാൻ കുറച്ച് ചേച്ചിമാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വളരെ വേഗം നോക്കി വരാം. ഞങ്ങൾ ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിൽ നഷ്ടവും മഞ്ഞണ്ട്, ലാഭം കിട്ടി. വെയിലത്തൊക്കെ പൊരിഞ്ഞ് നിന്നാൽ ഒന്നും കിട്ടാറൊന്നുമില്ല. ചെയ്താൽ അത്ര വില ചെയ്ത് അപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കാം. പിന്നെ ഞങ്ങൾക്ക് ചെയ്ത് തരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പത്ത് സ്ത്രീകൾ കൂടെ എടുത്ത് അവർക്ക് 50,000 രൂപ വെച്ച് കൊടുക്കണം, ഇന്ന പോലെ അടച്ചാൽ മതി എന്നൊക്കെ പറയണുണ്ട്. ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഒരു കാര്യം. അതുകൊണ്ടിട്ട് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. അവർ എന്നാണ് അത് തീരുമാനിക്കണം അന്ന് നോക്കാം, അല്ലാതെ എന്ത് പറയും. ഇനി അങ്ങോട്ട് വികസനം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒട്ടുമില്ല. സ്ത്രീകൾക്കായിട്ട് ഇനി വികസനമായിട്ട് ഇനി ഒന്നും ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ. എന്നുവെച്ചാൽ ഈ ഒരു പദ്ധതികൾ തന്നെ തുടർന്ന് പോവുക സർക്കാർ. അത് കൃത്യമായി ഒന്ന് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ ഫാമിലി ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് ആയിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ട് വേണമല്ലോ വരാനായിട്ട്. ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ചായ നല്ല ഉഷാറായിട്ടുണ്ട്. ബഡ്ജറ്റിനി എങ്ങനെയാണെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിനീത VG, 24 കൊച്ചി.